ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖല്ലേ? ഇന്ന് നമ്മളൊന്ന് പുറത്ത് പോവുകയാണ്. തമ്മിലേന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. പെരിന്തൽമണ്ണ ജൂബിലി റോഡിന്റെ അവസ്ഥയാണിത്. ആദ്യം ഒരു സൈഡ് പൊളിക്കും, പിന്നെ നേരാക്കും, പിന്നെ മറ്റേ സൈഡ് പൊളിക്കും. യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റെഡിയാവും കരുതണു. അവിടുന്നൊക്കെ പോന്നു. പിന്നെ നമ്മളെ വണ്ടിയിലുള്ളത് എൻ്റെ ഒപ്പമുണ്ട്, അമ്മായികളുണ്ട്, താത്താരെ കുട്ടികളുണ്ട്, കാക്കാരെ കുട്ടികളുണ്ട്. നമ്മൾ വേങ്ങര എത്തിയിട്ടോ. വേങ്ങര ഭയങ്കര ബ്ലോക്കായിരുന്നു. ഒരു തല മുതൽ ഒരു തല വരെ ഭയങ്കര ബ്ലോക്കായിരുന്നു. ബ്ലോക്ക് എന്താന്നുള്ളത് ഇപ്പം മനസ്സിലാവും. ബ്ലോക്കിന് കാരണം അത് മാത്രല്ല, MSFന്റെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. MSFന്റെ ആണ് അങ്ങനെ നമ്മള് പോയില്ലേ ഇവിടെ നല്ലോണ്ട്. അവിടെ അല്ലേ അമ്പകുന്നത്തില്ല. അമ്പകുന്നത്ത് കണ്ടില്ല. അമ്പകുന്നത്ത് അങ്ങനെ ഞങ്ങൾ മമ്പുറത്ത് എത്തിയിട്ടോ. മടങ്ങാൻ എന്താ കാരണം എന്നുള്ളത് ഇപ്പോഴും പറഞ്ഞില്ലല്ലോ. ഇപ്പം പറഞ്ഞു തരാം കേട്ടോ. കണ്ടില്ല, തിരക്കൊന്നും ഇല്ലാത്ത താത്താരൊക്കെ പുറത്ത് നിൽക്കുന്നത്. ഞങ്ങളവിടെ എത്തലും അവിടെ അടയ്ക്കലും. മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായപ്പോൾ ഉസ്താദുമാരൊക്കെ അങ്ങോട്ട് പോവുകയാണ് പറഞ്ഞ് അവിടെ അടച്ചു. കുറേ വട്ടം ചോദിച്ചു നോക്കി, പക്ഷെ തുറന്നു തന്നില്ല. അപ്പം എല്ലാവരും വരികയാണെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങാൻ നോക്കുക. 6 മണീൻ്റെ ഉള്ളിൽ 5:30ൻ്റെ ഉള്ളിൽ എത്തിപ്പെടാൻ നോക്കുക. 6 മണിയാവുമ്പോൾ അവിടെ അടക്കും. അപ്പം മനസ്സിലായില്ല അവിടുന്ന് മടങ്ങാൻ കാരണം എന്താണെന്ന്. അപ്പം എല്ലാവരും നേരത്തെ വരിക, നേരത്തെ രാവിലെ വരാൻ നോക്കുക. പിന്നെ ഞങ്ങൾ അവിടുന്ന് മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പോന്നു. അവിടെ പോയാൽ പിന്നെ കുട്ടികളായിട്ട് പോകുകയാണെങ്കിൽ നമ്മളാണെങ്കിലും പഴയ മുട്ടായികൾ, ഞൊസ്റ്റ് മുട്ടായികളൊക്കെ ഉണ്ട് കേട്ടോ. മിഠായികൾ മാത്രമെന്നല്ല, ഫ്രെയിമും കാര്യങ്ങളും, പിന്നെ തൊപ്പി, അങ്ങനെ അത്തറുകൾ പലതും ഉണ്ട് കേട്ടോ. എന്തേലും നമ്മളവിടുന്ന് മേടിക്കാതെ പോരുക തന്നെയല്ല. പിന്നെ പാലത്തിൽ കയറി മേലത്തെ കാഴ്ച ലൈറ്റൊക്കെ കത്തിച്ചപ്പോൾ നല്ലൊരു ക്ലിയറില്ല കിട്ടിയത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ടൈം കുറേ ആയപ്പോൾ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിട്ടോ. ഇത് നല്ല ബ്ലോഗറാകാൻ പറ്റിയ ഒരാളാട്ടോ. ഈ കട എവിടെയെന്നുള്ളത് മലപ്പുറംകാർക്ക് എളുപ്പം മനസ്സിലാവും കേട്ടോ. അവിടുന്ന് ഭക്ഷണം കഴിച്ചവരാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴത്തേന് ഭക്ഷണം വന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി കേട്ടോ. ഇത് പിന്നൊരു ദിവസം രാവിലെ ഞങ്ങൾ നേരത്തെ പോയതാണ്. നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അന്ന്. 6 മണിയായപ്പോൾ അടച്ചപ്പോൾ പിന്നെ കയറാൻ പറ്റാത്തതുകൊണ്ട് പിന്നൊരു ദിവസം പോയതാണ്. നമ്മളങ്ങോട്ട് എത്തിയിട്ടോ. പിന്നെ വീഡിയോസും ഫോട്ടോസും ഒന്നും അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ. പിന്നെ അവിടേക്കൊക്കെ സിയാറത്ത് വന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, നമ്മളെ കുടുംബക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ പോന്ന് ഞങ്ങൾ അങ്ങാടിപ്പുറത്ത് എത്തിയിട്ടോ. അങ്ങാടിപ്പുറത്ത് എത്തിയപ്പോൾ ഹനാൻഷുണ്ട് ആകാശത്ത് നിൽക്കണം. അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കണം തോന്നി. എന്തോ നേരിൽ കണ്ടൊരു ഫീലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെരിന്തൽമണ്ണക്കാട്ട് പോയത്. അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ നല്ല മഴ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. ബായ്.